എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജിയൂണും അതേപോലെ തന്നെ ജയും കൂടി കൈയും പിടിച്ച് നടന്നു വരുന്ന കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജയ്യുടെ ഫിയാൻസില്ല, അവളും എൻട്രി ആയിട്ടുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ ജയിനെ കാണുന്നതും ചോദിക്കും, ഓഹോ അപ്പം നീ ഞാനുമായിട്ടുള്ള മാരേജ് ബ്രേക്ക് ചെയ്യാനുള്ള റീസൺ ഇവളായിരുന്നു അല്ലേ, ഇവളെ കാരണമല്ലേ നീ മാരേജ് വേണ്ട എന്ന് പറഞ്ഞ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കായിപ്പോവും. അവളാണെങ്കിൽ നമ്മുടെ ജയിനെ ഇങ്ങനെ തുറച്ചു നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ എല്ലാവരും അവളെ ഇത്രയും നാളും ചതിച്ചിട്ടല്ലേ ഉള്ളൂ. സത്യത്തിൽ അവൾ വിചാരിച്ചത് തന്നെ നമ്മുടെ ജയ് അതിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും എന്ന. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ ജിയൂണിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ നമ്മുടെ ജിയൂണിനെയും അതേപോലെ തന്നെ അവളുടെ അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോവുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവക്ക് ഇവളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ ഇവക്ക് വേണ്ടി നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓടിച്ചിട്ടൊക്കെയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ നമ്മുടെ ജിയൂണിൻ്റെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര സിമ്പതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അമ്മ കളഞ്ഞിട്ട് പോയ കുട്ടിയല്ലേ എന്നുള്ളൊരു രീതിക്ക്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജിയൂൺ ഇങ്ങനെ അവളുടെ വീട്ടിലോട്ട് നടന്നു വരുന്നേ ശ്രദ്ധിക്കും. അതായത് അവളുടെ അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് വരാണ്ട് നേരെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. അങ്ങനെ അവളും ഫോളോ ചെയ്ത് പോവും. ചെന്ന് നോക്കുമ്പോൾ എന്തുവാ, അച്ഛനാണെങ്കിൽ ചെന്ന് നിൽക്കുന്നത് തന്നെ ഇവളുടെ അമ്മ ഏതാളുടെ കൂടെയാണോ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കുക നമ്മുടെ ജിയൂണിൻ്റെ അച്ഛൻ. ഇത് കാണുന്നേ അവൾക്ക് സഹിക്കത്തില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്നങ്ങ് ഓടിപ്പോവും. എന്നിട്ട് ഒരു കടലിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവൾ വിചാരിക്കും, എനിക്ക് ആരുമില്ല, ഞാൻ ഭയങ്കര ലോൺലിയാ എന്ന്. അങ്ങനെ ഒരു ദിവസം അവൾ വീണ്ടും ഒരു കടയിലായിട്ട് സാധനം വാങ്ങിക്കാൻ ചെല്ലുന്നേ. അവളവിടെ വെച്ചിട്ട് അവളുടെ പേഴ്സ് കളഞ്ഞു പോയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ലേഡി പറയും, മോളെ നിന്റെ അമ്മയാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്, നീ ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് നമ്മുടെ ജിയൂൺ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് അവിടെ നമ്മളുടെ സുമിൻ വരും. അവളാണെങ്കിൽ നമ്മുടെ ജിയൂണിൻ്റെ പേഴ്സും കൈ വെച്ചിട്ടുണ്ട്. അവൾ വന്നിട്ട് നമ്മുടെ ജിയൂണിൻ്റെ അടുത്ത് പറയും, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, എന്തായിരുന്നാലും പണം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഇവള് നമ്മുടെ ജിയൂണുമായിട്ട് കമ്പനിയാവും. അതിനുശേഷമാണ് അവർ ഭയങ്കരമായിട്ട് കൂട്ടാവുന്നത്. പിന്നീടാണ് നമ്മുടെ ജിയൂണിൻ്റെ ലൈഫിലായിട്ട് മിന്നും ഒക്കെ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയൂൺ ജയുടെ അടുത്ത് പറയും, നീ എൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചല്ലേ, എന്തായിരുന്നാലും എനിക്ക് കുറച്ച് ടൈം വേണം, ഞാനാണെങ്കിൽ അകത്തോട്ട് പോവാന്ന് പറഞ്ഞ് നമ്മുടെ ജിയൂൺ വേഗം തന്നെ ജയുടെ കൈയും വിട്ടിട്ട് അകത്തോട്ട് കയറി വരും. അവൾ വീടിനകത്ത് എത്തുന്നേ ആലോചിക്കുന്നത് ഇതാ, എന്നാലും ഇവൻ ഇത്രയും വലിയൊരു കാര്യം എൻ്റെ അടുത്ത് എങ്ങനെ മറച്ചു വെക്കാൻ തോന്നിയെന്ന്. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഓൾറെഡി നല്ല സങ്കടത്തിലായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ യൂനെ വിളിച്ചിട്ട് ഇവളുടെ അടുത്ത് ഇൻഫോം ചെയ്യും, അതായത് നമ്മുടെ മിസ് യാങ്ങിനാണെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കരമായിട്ട് തകർന്നു പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിസ് യാങ് എന്ന് പറയുന്ന ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയല്ലേ, അവരുടെ ലൈഫിൽ നമ്മുടെ ജിയൂണിൻ്റെ ഫേറ്റ് ചെന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ജിയൂൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അവൾക്കാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂറേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് തന്നെ നമ്മുടെ ജയ്യുടെ അപ്പൂപ്പനില്ലേ അയാളെ കണ്ട് സംസാരിക്കാനാണ് ഒരുങ്ങുന്നത്. ഇവളാണെങ്കിൽ ആ അപ്പൂപ്പനെ നല്ലതുപോലെ സോപ്പിടും. എന്നിട്ട് ചോദിക്കും, സത്യത്തിൽ ജയാണെങ്കിൽ നമ്മുടെ കല്യാണം വേണ്ട എന്ന് വെച്ചില്ലായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിൽക്കേണ്ട ആളായിരുന്നു എന്ന്. ആ അപ്പൂപ്പനെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളാണെങ്കിൽ അവസാനം ഈ അപ്പൂപ്പൻ്റെ പെർമിഷൻ വാങ്ങിക്കും, ഞാനിവിടെ കുറച്ച് നാൾ നിന്നോട്ടെ എന്ന്. അങ്ങേരത് സമ്മതിച്ചും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ യൂറേനെ തന്നെയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് അവളുടെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയും, എന്നാലും ഈ ജയാണെങ്കിൽ അവളുമായിട്ട് ഇങ്ങനെയും കറങ്ങാൻ പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ യൂറയാണെങ്കിൽ നമ്മുടെ ജയനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ കയ്യിൽ അവൻ്റെ കുറേ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ അവൾ പറയും, ഇത്രയും നാളും എനിക്ക് തോന്നിയിരുന്നത് അവൻ വലിയ സ്പെഷ്യലൊന്നും അല്ല എന്ന്. എങ്കിൽ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടിരുന്ന ഒരാളിനെ വേറൊരാൾ സ്വന്തമാക്കാൻ പോകുന്നു കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കല്ലെങ്കിലും എൻ്റെ സാധനങ്ങൾ വേറെ ആൾക്കാരെടുക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മുടെ യൂറ പറയും. അതിൻ്റെ പേരിൽ തന്നെയാണ് കേട്ടോ അവളിപ്പോൾ ഭയങ്കര മാസ്റ്റർ പ്ലാനുമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് യാങ്ങും അതേപോലെ തന്നെ നമ്മുടെ ജിയൂണും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ മിസ് യാങ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യും. അതായത് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ നമ്മുടെ ജിയൂണ് ആരെക്കാട്ടി നന്നായിട്ട് അറിയാം, അതായത് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്ന്. അപ്പോൾ അവളാണെങ്കിൽ ദൂരെയായിട്ട് കാർ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ മിസ് യാങ്ങിൻ്റെ അടുത്ത് പറയും, അതെ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം, ഞാൻ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ് യാങ്ങിൻ്റെ കൺട്രോൾ പോയിട്ട് അവർ നമ്മുടെ ജിയൂണിനെ കെട്ടിപ്പിടിച്ച് ഉറക്കക്കരയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ന്യൂലി വെഡ്സിനെയാണ്, അതായത് മിന്നിനെയും അതേപോലെ തന്നെ സുമിനെ. അവിടെയാണെങ്കിൽ നമ്മുടെ സുമിൻ ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് നമ്മുടെ മിന്നിൻ്റെ അമ്മ പറയും, നിങ്ങളാണെങ്കിൽ ദൂരേക്ക് എങ്ങോട്ടും ഹണിമൂണിന് പോകണ്ട, ഇവിടെ അടുത്തേലും എവിടെയെങ്കിലും ട്രാവൽ ചെയ്താൽ മതിയേ എന്ന്. ഇപ്പോൾ ഇവരാണെങ്കിൽ തൊട്ടടുത്തുള്ള തന്നെ ഏതോ ഒരു കുഞ്ഞു ഹോട്ടലായിട്ട് വന്നിരിക്കുക. നമ്മുടെ സുമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? അപ്പോൾ മിന്നാണെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ പറയും, അത് നിനക്ക് വയ്യാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അവൾ പറയും, എന്തിനാ ആവശ്യമില്ലാതെ നിങ്ങളുടെ അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നമുക്ക് നമ്മുടെ കാര്യം തീരുമാനിച്ചൂടെ. എന്നാൽ നമ്മുടെ മിന്നാണെങ്കിൽ ഇവൾ പറയുന്നതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അവൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു കോൾ വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ
ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പണം വന്നിട്ടുണ്ട്, ഇവൻ ഓൾറെഡി ഒരുപാട് കടമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ കടം തീർക്കാനുള്ള ക്യാഷൊന്നും ഇവൻ്റെ കയ്യിലില്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് പറയും, ഞാൻ ഓൾറെഡി ഒരു ലോൺ നിനക്ക് എടുത്ത് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നീ നിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്ന്. സത്യത്തിൽ നമ്മുടെ മിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനിയാണ് കേട്ടോ. അവൻ അതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെ കടമുണ്ട് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊന്നും ആരുടെ റിവീൽ ആകത്തില്ല. ഇവനാണെങ്കിൽ പറയും, ഓക്കെ ഞാൻ എൻ്റെ അമ്മ അറിയാതെ ഇതെല്ലാം ചെയ്തോളാം എന്ന്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, നിൻ്റെ ഭാര്യ ഇതറിയത്തില്ലേ? അപ്പോൾ അവൻ പറയും, അവൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന്. ഇവനിങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് തിരിയുന്നതും കറക്റ്റായിട്ട് നമ്മുടെ സുമിൻ പുറകെ നിൽക്കുമായിരുന്നു. അവൾ വന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ ഇത് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? നിനക്ക് യഥാർത്ഥത്തിൽ എന്ത് കടവാണ് ഉള്ളത്? എനിക്കെല്ലാം അറിയണമെന്ന് പറയും. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ മിന്നങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജിയോണും അതേപോലെ തന്നെ യൂനയും കൂടി ഇല്ലേ, അവിടെ അവരുടെ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതാണ്. സത്യത്തിൽ ഇവരുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി ഷെഫിനെ വേണമായിരുന്നു. അയാളെ അവർ കണ്ടുപിടിച്ചും വെച്ചിരുന്നതാണ്. എന്നാൽ അയാളിപ്പോൾ അവസാന നിമിഷം പറഞ്ഞേക്കുന്നതിന് എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാ. ഇത് കാണുന്നേ യൂന പറയും, എനിക്കൊന്നും നല്ല ഡൗട്ടുണ്ട്, ആ മാനേജർ തന്നെയായിരിക്കും നമുക്കിട്ട് പണിയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഷെഫിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ജെ വരും. ജെ വന്നിട്ട് ജിയോൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം, നീ എൻ്റെ കൂടെ ഒന്ന് ക്യാബിനിലോട്ട് വരുമോ എന്ന്. അങ്ങനെ നമ്മുടെ ജെ ആണെങ്കിൽ വിളിച്ചതിൻ്റെ പേരിൽ ജിയോൺ അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുന്നേ നമ്മുടെ ജെ പറയും, എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ തെറ്റിദ്ധരിച്ചേക്കുക എന്ന്, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റായെന്ന്. എങ്കിലും നീ ഒരു കാര്യം ഇതുവരെ കേട്ടിട്ടുണ്ടോ? 2023 വരെ ഞാൻ ആരെങ്കിലും കല്യാണം കഴിച്ചതായിട്ടോ എനിക്ക് ആരോടെങ്കിലും ഇഷ്ടമുള്ളതായിട്ടോ ഒരിക്കലും കാണത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാരേജ് ഓൾറെഡി ബ്രേക്ക് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഞാൻ എന്നെ 2023 വരെയും പ്രേമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും അത് കേൾക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയും. സത്യത്തിൽ നമ്മുടെ ജിയോൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി ഇതേപോലൊരു ഹേർട്ട് ബ്രേക്ക് കടന്നു പോയതല്ലേ. അപ്പോൾ പിന്നെ അവൾ പറയും, എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു റിലേഷൻ ബ്രേക്ക് ആകുമ്പോൾ അതിനകത്ത് രണ്ടുപേരുടെയും തീരുമാനത്തിന് നല്ല വാല്യൂ ഉണ്ട്. ഒരാൾക്ക് മാത്രം ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേം ജയ പറയും, അതെല്ലാം എനിക്ക് നന്നായിട്ടറിയാം, എന്തായിരുന്നാലും നീ എനിക്ക് കുറച്ച് സമയം തരണം, ഞാനിതെല്ലാം നേരെയാക്കാം എന്ന് പറയും. എന്നാൽ നമ്മുടെ ജിയോണാണെങ്കിൽ അവൻ്റെ അടുത്ത് വലുതായിട്ട് സംസാരിക്കാതെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, എനിക്കറിയാം നീ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നല്ല ടെൻഷനല്ല എന്ന്. അതായത് മിസ് യാങ്ങിന് ഇപ്പോൾ ക്യാൻസർ അല്ലേ, ഞാനതുകൊണ്ട് ഒരു വലിയ ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാൾ ഉറപ്പായിട്ടും മിസ് യാങ്ങിനെ സഹായിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ ജിയോൻ്റെ കയ്യിലായിട്ട് ആ വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ജിയോങ്ങിന് ഭയങ്കര സന്തോഷമാവും. അവളുടെ കണ്ണ് വരെ നിറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടാത്ത ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ജയുടെ ഭാഗത്ത് നിന്ന് മിസ് യാങ്ങിനെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോണാണെങ്കിൽ പഴയതുപോലെ തന്നെ അവളുടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നേ. അവൾക്ക് നമ്മളുടെ ജയുടെ ഫിയാൻസി ആയിട്ടുള്ള യൂറയില്ലേ, അവളുടെ അടുത്തുനിന്ന് കോൾ വരും. എന്നിട്ട് പറയും, നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മുടെ ജിയോണാണെങ്കിൽ ഈ യൂറേനെ കാണാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞ സ്ഥലത്തായിട്ട് എത്തും. സത്യത്തിൽ നമ്മുടെ ജിയോണിന് അറിയത്തില്ലല്ലോ യൂറയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവൾ എങ്ങനെയുള്ളവളാ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിയോണാണെങ്കിൽ അവളുടെ അടുത്ത് നല്ല മാന്യമായിട്ട് സംസാരിക്കും. എന്നിട്ട് പറയും, സത്യത്തിൽ ജയും നിങ്ങളുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ ക്ലോസ് ആവത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ അറിഞ്ഞതിന് ശേഷം അവൻ്റെ അടുത്തുനിന്ന് നല്ലതുപോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഈ യൂറ പറയും, ഓ നീ അത്രയ്ക്കും നല്ലവളായിരുന്നോ? ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നിനക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, 8 വർഷം നിങ്ങൾ ലവ് ചെയ്തതാ, എന്നിട്ട് നീ ഇപ്പം അവനെ റീസെൻ്റായിട്ട് തേച്ചു എന്നാണല്ലോ. എന്തായിരുന്നാലും നല്ല ക്യാരക്ടറുള്ള ഒരു പെണ്ണും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോന് ഭയങ്കര ദേഷ്യം വരും. എങ്കിലും അവളത് കടിച്ചമർത്തിയിരിക്കും. പെട്ടെന്ന് തന്നെ ആ യൂറ പറയും, എനിക്ക് നന്നായിട്ടറിയാം, നിനക്കൊരു പക്ഷേ അറിയായിരിക്കും ഈ ജെ എന്ന് പറയുന്നത് U&K കമ്പനിയുടെ ഫ്യൂച്ചറിലെ ഹെയർ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നീ ഇപ്പം അവൻ്റെ പുറകെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോന് മനസ്സിലാവും ഇവൾ ഏത് ടൈപ്പാ എന്ന്. അപ്പോൾ അവൾ പറയും, എല്ലാവരും നിങ്ങളെപ്പോലെ ആവണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അവനിപ്പോൾ പണക്കാരനായിരുന്നാലും ശരി പണക്കാരനല്ലെങ്കിലും ശരി, ഞാൻ അവനെ എപ്പോഴും ഒരേപോലെ മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. എനിക്കറിയാം അവനാണെങ്കിൽ U&Kയുടെ CEO ആവാൻ പോവുക എന്ന്. എങ്കിലും എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പോരാത്തിന് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ജിയോണാണെങ്കിൽ ഈ യൂറയ്ക്കിട്ട് നല്ലതുപോലെ മറുപടി കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ ആണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് വരുന്നതാണ്. അവിടെ അവൻ്റെ വാതിലിൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ ജിയോൺ ഉണ്ടല്ലോ, അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ മാലയിലെ അതുകൊണ്ട് വെച്ചേക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ജയ ഭയങ്കര ഷോക്കായിപ്പോവും. അവന് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന്. ജയയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു നമ്മളുടെ ജിയോണിൻ്റെ കാര്യം. അവളും ഇപ്പോൾ ജയുടെ കാര്യത്തിൽ നല്ല ഡിസ്റ്റർബ്ഡ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പേഴ്സണൽ ലൈഫിനെ അവളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഇടയിലായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവളിപ്പോൾ ഇരുന്ന് ആലോചിക്കും, അതായത് മിസ് യാങ്ങിനെ എങ്ങനെ നേരെയാക്കുക എന്ന്. അവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിയോൺ എന്ത്
ഫേറ്റ് ആണോ അനുഭവിച്ച സെയിം ഫേറ്റ് തന്നെയല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കും അങ്ങനെ പോവുകയാണെങ്കിൽ മിസ് യാങ്ങിൻ്റെ മരണവും ഉടനെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. അങ്ങനെ അവൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ആലോചിക്കും. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ് യാങ്ങിനെ അവരുടെ ഭർത്താവും വീട്ടുകാരും എല്ലാവരോടും ചേർന്നിട്ട് ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോകുന്നതാണ്. അവിടെയായിട്ട് തന്നെ നമ്മുടെ മിസ്റ്റർ ലീ ഉണ്ടല്ലോ, അയാളും ഇതെല്ലാം ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതും അവക്കായിട്ട് മിസ് യാങ് മെസ്സേജ് അയക്കുന്നതാണ്. അവർ പറയും നീ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നില്ലേ, ആ ഡോക്ടറിനെ തന്നെയാണ് ഞാൻ വന്ന് കണ്ടത്. അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ സർജറി ഉടനെ തന്നെ നടത്താമെന്ന. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂണ് നല്ല സന്തോഷമാവും. അവളിങ്ങനെ നമ്മുടെ ജെയിനെ പറ്റി ആലോചിക്കും. അവനില്ലായിരുന്നെങ്കിൽ ഈ ഡോക്ടറിനെ പറ്റി അവൾ അറിയത്തത് കൂടി ഇല്ലായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവളുടെ അതേപോലെ തന്നെ മിസ് യാങ്ങിൻ്റെ ഫേറ്റിനെ പറ്റി ആലോചിക്കും. അവൾ വിചാരിക്കും എന്നാലും ഒരു ബന്ധമില്ലാതെ എൻ്റെ ഫേറ്റ് എങ്ങനെയാണ് മിസ് യാങ്ങിൻ്റെ അടുത്തേക്ക് പോയത് എന്ന്. സത്യത്തിൽ ഇപ്പം മിസ് യാങ് നമ്മുടെ ജിയൂൺ എന്തൊക്കെയാണോ ഫേസ് ചെയ്ത് അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സുമിനും മിന്നും ഈ ഒരു ഫേറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫേറ്റ് എന്തായിരിക്കും എന്നൊക്കെ നമ്മുടെ ജിയൂണ്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ മിന്നിനെ അതേപോലെ തന്നെ സുമിനെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഈ കടബാധ്യതയൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ റെൻ്റ് എടുത്ത വീടില്ലേ അവിടെ നിൽക്കാതെ ഡയറക്റ്റായിട്ട് അവൻ്റെ അതായത് മിന്നിൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നേക്കുന്നത്. മിന്നിൻ്റെ അമ്മയെടുത്ത് മിന്നു പറയും എനിക്ക് ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു, ഇപ്പം അയാൾ അത് തരത്തില്ല എന്നാണ് പറയുന്നതെന്ന്. ഇത് കേൾക്കുന്നേ അവർക്കങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവർ നമ്മുടെ മിന്നിനെ എടുത്തിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ടാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സുമിനെ കണ്ടിട്ട് പറയും കണ്ടോ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നീ അവനെ ഒന്ന് നല്ലതുപോലെ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കടവും വരത്തില്ലായിരുന്നു, നിനക്ക് വീട് നോക്കാൻ അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവർ നമ്മുടെ സുമിനെ ആവശ്യമില്ലാതെ വഴക്ക് പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ സുമിൻ വെറുതെ ഇരിക്കുമെന്നാണോ. അവൾ അപ്പം തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും അല്ല നിങ്ങൾ എന്തോത്തിന് വെറുതെ എന്നെ കുറ്റം പറയുന്നത്, ഞാനും നിങ്ങളുടെ മോൻ്റെ വലയിൽ തന്നെ വീണിട്ടാണ് കല്യാണം കഴിച്ചത്. അവൻ എൻ്റെ അടുത്ത് എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ, അവൻ എന്തെല്ലാം കടം ഉണ്ടെന്നറിയാവോ, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നാണെങ്കിൽ ഇവളെ ഇപ്പം പിടിച്ച് തിന്നോ എന്നുള്ള രീതിയിൽ അത്രയ്ക്കും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ സുമിൻ പറയും അമ്മിപ്പോൾ വെറുതെ മിന്നിനെ എടുത്തിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാം സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, ഞാൻ അവനെ അതൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ വേഗം തന്നെ റൂമിൽ വന്നിട്ട് നമ്മുടെ സുമിനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും എന്തൊക്കെ പറഞ്ഞാലും നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണല്ലോ, എനിക്കത് ആലോചിച്ചിട്ട് നല്ല സന്തോഷമുണ്ട് എന്ന്. എന്നിട്ട് പറയും എന്തായിരുന്നാലും നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, നമ്മളുടെ വാവ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ എനിക്ക് പൈസ തരാനുള്ളതെല്ലാം തരുമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സുമിനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും അതിന് വാവ ഇപ്പോൾ ഇല്ല, എനിക്ക് അബോഷനായി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഷോക്കായി പോവും. അപ്പോൾ നമ്മളുടെ സുമിൻ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് പറയും സത്യമായിട്ടും എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ നിന്ന് പോയി, അതെന്നാണെന്നറിയാവോ, അന്നാണെങ്കിൽ നമ്മളുടെ സുമിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ അവളുടെ ഫ്രണ്ട്സ് വന്നിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയില്ലേ, ആ ടൈമിൽ ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്തായിരുന്നു. പോരാത്തതിന് നമ്മളുടെ മിന്നാണെങ്കിൽ അവൻ്റെ കയ്യിലിരുന്നൊരു സംഭവം എടുത്ത് ഇവളുടെ ദേഹത്തായിട്ട് എറിയുകയും ചെയ്യും. അങ്ങനെ ആ ടൈമിലാണ് കുഞ്ഞ് അബോഷൻ ആയത് എന്ന് നമ്മളുടെ സുമിൻ ഇവിടെ റിവീൽ ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്ന് ഭയങ്കര ഡെസ്പായിപ്പോവും. അവനങ്ങ് ഭയങ്കര സങ്കടമാവും. അപ്പോൾ അവൻ ചോദിക്കും നീ ഈ പ്രഗ്നൻസിയുടെ കാര്യം എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളുടെ സുമിൻ പറയും ഞാനൊരിക്കലും കള്ളം പറഞ്ഞിട്ടൊന്നുമല്ല, അല്ല നീ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു കള്ളം പറഞ്ഞിട്ടാണല്ലോ എന്നെ കല്യാണം കഴിച്ച്, നിനക്ക് കെട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ അമ്മ പ്രോപ്പർട്ടീസൊക്കെ തരുമെന്ന്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ടാലിയായി പൊക്കോളും, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ പ്രശ്നം അങ്ങ് സോൾവ് ആക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവളുടെ ഓഫീസിലിരുന്ന് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ യൂന് വരും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ ജിയൂൻ്റെ അടുത്ത് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് വാങ്ങിയത് ഞാനല്ല, പകരം ജയാണ് എൻ്റെ കയ്യിൽ വാങ്ങിച്ച് തന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കാകും. പെട്ടെന്ന് തന്നെ യൂന് പറയും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ചേട്ടന് നിങ്ങളെ ഭയങ്കര കാര്യമാണ്, നിങ്ങളെ ഭയങ്കര കെയറാ എന്ന്. സത്യത്തിൽ അവനാണെങ്കിൽ ഇത്രയും കാലവും ഒരു റോബോട്ടിനെ പോലെ ജീവിച്ച്, ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അവൻ യൂറേനെ കല്യാണം കഴിക്കാമെന്ന് ആദ്യമേ സമ്മതിച്ചത് പോലും. എന്നാൽ അവനിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി, അവൻ എടുത്തിരിക്കുന്നത് തന്നെയാണ് ശരി. സത്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചൂടെ എന്നൊക്കെ നമ്മുടെ യൂന വന്നിട്ട് ചോദിക്കും. ഇത് കേൾക്കുന്ന ജിയൂൺ പറയും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന്. അപ്പോൾ യൂന പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല, എൻ്റെ ബ്രദർ ഭയങ്കര പാവമാണ്, അവൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ജിയൂണിനും അതൊക്കെ അറിയാലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂറയാണെങ്കിൽ വീണ്ടും നമ്മുടെ ജെയ്യുടെ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളാണെങ്കിൽ ഇങ്ങനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് അയാളെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടേക്ക് നമ്മുടെ ജയ വരും. ജയ വരുന്നതും നമ്മുടെ യൂറയാണെങ്കിൽ അവൻ്റെ കൂടെ പോവാനായിട്ട് ഒരുങ്ങും. അങ്ങനെ നമ്മുടെ ജയയും അതേപോലെ തന്നെ യൂറയും പരസ്പരം സംസാരിക്കും. അപ്പോൾ നമ്മുടെ ജയ ആണെങ്കിൽ ചോദിക്കും നീ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്, നീ എന്തിനാ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ യൂറ പറയും
എനിക്ക് പോകണമെന്ന് തോന്നിയില്ല. നീ അല്ലെങ്കിലും നിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിനെ ഭയങ്കര കാര്യമായിട്ടല്ലേ കൊണ്ട് നടക്കുന്നത്. നിനക്ക് അവളെ എന്തൊരു ഇഷ്ടമാ. പോരാത്തതിന് അവൾ നിന്റെ ലൈഫിൽ വന്നതിന് ശേഷം നീ ആകെപ്പാടെ ചേഞ്ചായി. നിന്റെ ഹെയർ സ്റ്റൈൽ മാറി, നിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറി. യഥാർത്ഥത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരാളിനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും അവൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് സ്വന്തമായിട്ടുള്ള ഒന്നിനെ ഞാൻ വേറെ ആർക്കും ഷെയർ ചെയ്യത്തില്ല എന്ന് നമ്മുടെ യൂറ അവിടെ നല്ല ഉറപ്പിച്ച് പറയും. ഇത് കേൾക്കുന്നതും നമ്മുടെ ജയിക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ടൈമിൽ നമ്മുടെ ജയ ആണെങ്കിൽ ഈ യൂറയായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജയുടെ അടുത്ത് വൺ സൈഡ് ലവ് ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. സത്യത്തിൽ ഈ യൂറയ്ക്കാണെങ്കിൽ ഇത് അറിയുന്നത് ഭയങ്കര ജലസ് അടിച്ചിട്ട് ഇവളാണെങ്കിൽ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കി നമ്മുടെ ജയിനെ വൺ സൈഡ് ലവ് ചെയ്യുന്ന പെണ്ണില്ലേ അവളെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയ്ക്ക് നല്ലതുപോലെ അറിയാം ഇവള് ഏത് എക്സ്ട്രീം വരെ പോകുക എന്ന്. അങ്ങനെ നമ്മുടെ ജയ ആണെങ്കിൽ പ്രസന്റ് ടൈമിൽ അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഇല്ലേ അങ്ങേരത്ത് വന്നിട്ട് പറയും, ഗ്രാൻഡ് പാ എനിക്കാണെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. എൻ്റെ ലൈഫ് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. പോരാത്തിന് ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് കൂടി എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണലി സംസാരിക്കും. അവൻ്റെ അപ്പൂപ്പനും മനസ്സിലാവത്തില്ല അവൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ യൂറേനെയാണ്. അവളാണെങ്കിൽ നമ്മളുടെ മിന്നിൻ്റെയും അതേപോലെ തന്നെ സുമിൻ്റെയും ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ യൂറ പറയും, എനിക്ക് തോന്നുന്നത് ഈ മിന്നിനും സുമിനും നമ്മുടെ ഈ ജീവനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എന്ന്. അതായത് നമ്മുടെ ജയ ആണല്ലോ ഇനി UNK എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആവാൻ പോകുന്നത്. അതുപോലും ആരടുത്തും റിവീൽ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ യൂറ പറയും, ഞാനെല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സുമിനാണെങ്കിൽ റൂമിന് പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ്. റൂമിന് പുറത്തോട്ട് വരുന്നതും അവൾ അവിടുത്തെ കോലം കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിച്ചു വാരി ഭയങ്കര മോശമാക്കി ഇട്ടേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നിൻ്റെ അമ്മ വന്ന് അവളുടെ അടുത്ത് പറയും, ഞാനത് പുറത്ത് പോവുകയാണ്, നീ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കണം എന്ന്. ഇത് കാണുന്നേ സുമിൻ ഭയങ്കര ഷോക്കാകും. അവൾ വിചാരിക്കും, ഇങ്ങനൊരു ലൈഫിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കടന്ന് സ്ട്രഗിൾ ചെയ്തേ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ സുമിന് ഒരു പോസ്റ്റിൽ ഒരു സംഭവം വരും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്യുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജീവോണും ജയ്യും ഇരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. കൂട്ടത്തിൽ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ജയാണ് ഇനി മുതൽ ആ UNKയുടെ CEO ആവാൻ പോകുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിൻ വിചാരിക്കും, ഓഹോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലേ നീ ആ ജയ്യുമായിട്ട് ഇങ്ങനെ കൂടി നടക്കുന്നത്. അതായത് ജീവോണ് ഇപ്പം നല്ലൊരു ലൈഫ് കിട്ടാൻ പോകുമല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിൻ അവിടെ കിടന്ന് അലറി വിളിക്കും. എന്നിട്ട് പറയും, എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയിട്ട് നീ അങ്ങനെ ഇപ്പോൾ സുഖിക്കണ്ട എന്ന്. അങ്ങനെ അവക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കയ്യിലിരുന്നൊരു പാത്രം എടുത്തിട്ട് നമ്മളുടെ ആ മിന്നും അതേപോലെ തന്നെ സുമിനും നിൽക്കുന്ന വെഡ്ഡിങ് ഫോട്ടോ ഇല്ലേ അതിനകത്ത് എറിഞ്ഞങ്ങ് പൊട്ടിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ മിന്നാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിലോട്ട് വരുന്നേ. അവിടെയാണെങ്കിൽ മൊത്തത്തെ അലങ്കോലത്തിൽ കിടക്കുമായിരുന്നു. ഇവൻ്റെ ഫോട്ടോസൊക്കെ തകർന്നിരിക്കുന്ന കണ്ടിട്ട് അവനവൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, ഇവിടെ എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറയും, എന്തോ എനിക്കറിയത്തില്ല, നിന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് എന്തോ വട്ട് പിടിച്ചതുപോലെ അവളതോ അകത്തിരിപ്പുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ മിന്നു വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്തോ പറ്റിയതാ? അപ്പോൾ നമ്മുടെ സുമിൻ പറയും, അത് എനിക്കാണെങ്കിൽ ആ ജീവൻ്റെ കാര്യം ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളാണെങ്കിൽ നമ്മളെ ട്രാപ്പ് ആക്കുമായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ ഒരു പണക്കാരൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നീയുമായിട്ട് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും എല്ലാം കാണിക്കും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ മിന്നിനും ഭയങ്കര ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിൻ പറയും, ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും നഷ്ടപരിഹാരം ചോദിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മിന്നു പറയും, നീ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൾ നഷ്ടപരിഹാരം എടുത്ത് തരുമെന്നാണോ നിനക്ക് തോന്നുന്നത്? അപ്പോൾ നമ്മുടെ സുമിൻ പറയും, അതിനൊക്കെ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാൻ അത് വെച്ചിട്ട് മൂവ് ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയോണിനെയാണ്. അവളാണെങ്കിൽ ഇങ്ങനെ കിടക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ അവൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, മോളെ നിനക്ക് സുഖമല്ലേ, നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്താലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ ഭയങ്കര ഷോക്കായിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം അവൾക്ക് മെസ്സേജ് അയക്കാണ്ടിരുന്ന അവളുടെ അമ്മയല്ലേ ഇപ്പോൾ അവൾക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവനാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ജീവനെ കാണുന്നതും പറയും, മോളെ നീ എന്ത് സുന്ദരിയാ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവന് നല്ല സന്തോഷമാവും. അവളാണെങ്കിൽ ചോദിക്കും, ഇത്രയും കാലം അമ്മ എന്താ എന്നെ തേടി വരാഞ്ഞേ എന്ന്. അപ്പോൾ അവർ പറയും, ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ കാണാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, എന്നാൽ നിൻ്റെ അച്ഛനാണ് എന്നെ സമ്മതിക്കാഞ്ഞത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഒരുങ്ങിയതാ, എങ്കിലും നിനക്ക് ഭയങ്കര സങ്കടമാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞേ എന്ന് പറയും. എന്നിട്ട് അവർ പറയും, ഞാനെല്ലാം ലൈഫിലെടുത്ത തീരുമാനം ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അല്ലേ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നാൽ നമ്മുടെ ജീവനാണെങ്കിൽ ഇവർ പോകുന്നതിന് മുന്നേ ആയിട്ട് ചോദിക്കും, അമ്മ എൻ്റെ കൂടെ നാളൊരു ദിവസം സ്പെൻഡ് ചെയ്യോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്ന്. അത് കേൾക്കുന്നേ അവളുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവും.
അങ്ങനെ നമ്മുടെ ജിയോൺ ആണെങ്കിൽ അവളുടെ അമ്മേനെയും കൂട്ടി അടുത്ത ദിവസം ഒരുപാട് ഷോപ്പിങ്ങിനൊക്കെ പോകും. അവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ബാഗ്, മാല, എല്ലാ കാര്യങ്ങളും ഇവള് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നതും നമ്മളുടെ ജിയോണിൻ്റെ അമ്മ പറയും, എന്തായിരുന്നാലും മോളെ നീ ഇപ്പം നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. സത്യത്തിൽ ഇവരാണെങ്കിൽ അറിയാണ്ട് ഇവളുടെ അടുത്ത് പറയും, നീ ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ആളിനെ ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിന്റെ കയ്യിൽ ഒരുപാട് പണം കാണുമല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോണിന് മനസ്സിലാവും ഇവർ വന്നതിൻ്റെ റീസൺ ഇതാണ് എന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് ആദ്യമേ അറിയായിരുന്നു അമ്മയാണെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമില്ലാണ്ട് എന്നെ മീറ്റ് ചെയ്യാൻ വരത്തില്ല എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്തു, നല്ലൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പോഴൊന്നും എൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് അമ്മ എന്നെ കാണാൻ വന്നിട്ടേ ഇല്ല. എന്നിട്ട് എന്നെ ഇപ്പോൾ കാണാൻ വന്നതിൻ്റെ റീസൺ തന്നെ ഞാനൊരു പണക്കാരനെ പ്രേമിക്കുന്നു എന്ന് വെച്ചിട്ടാണല്ലേ. സത്യത്തിൽ നമ്മുടെ ഈ ജിയോണിൻ്റെ അമ്മേനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് തന്നെ നമ്മുടെ സുമിനാണ് കേട്ടോ. അവളാണ് ഇവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ അവിടെ പോയിട്ട് ഇമോഷണലി സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടുമെന്ന്. അതിൻ്റെ പേരിലാണ് നമ്മുടെ ജിയോണിൻ്റെ അമ്മ ജിയോണിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ നീ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങി തന്നത്? അപ്പോൾ നമ്മുടെ ജിയോൺ പറയും, അതെല്ലാം എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഞാനിപ്പോൾ സാധിച്ചു. അതിൽ കൂടുതൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയും. ഇത് കേൾക്കുന്നേ അവളുടെ അമ്മ ചോദിക്കും, ഞാൻ എന്തായാലും ഇവിടം വരെ വന്നേലേ, നിനക്ക് കുറച്ച് പണം തന്ന് എന്നെ സഹായിച്ചൂടെ? പെട്ടെന്ന് തന്നെ ജിയോൺ പറയും, ഇത്രയും കാലവും എന്നെ പോലൊരു മോളുള്ള കാര്യം അമ്മ ഓർത്തില്ലല്ലോ, അതുകൊണ്ട് ഇനിയും ഓർക്കണ്ട. നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും നാളും ജീവിച്ചത് അതേപോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, ഞാനൊരു റിച്ച് ആയിട്ടുള്ള ഒരാളിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അയാളുമായിട്ട് ഞാനിപ്പോൾ ബ്രേക്കപ്പായി, ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ല എന്ന് അവൾ പറയും. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോവും. സത്യത്തിൽ നമ്മുടെ ജിയോണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ യൂറ ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോണിനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടമില്ലേ, അവളുടെ അമ്മ ഇപ്പോൾ അവളെ കാണാൻ വന്നത് തന്നെ പണത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിച്ച് അവൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ ഈ കരാട്ടെ മാർഷ്യൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെയായിട്ട് ഇവള് വരും. അവിടെയായിട്ട് നമ്മുടെ ജയും അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോങ്ങും കൂടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നമ്മുടെ ജിയോൺ വന്നിട്ട് അവിടെ നിന്ന് എത്തി നോക്കും. കറക്റ്റായിട്ട് നമ്മുടെ ജയും അത് കാണും. ഇവൻ്റെ ശ്രദ്ധ പോകുന്നതും ഡോങ് വേഗം തന്നെ ഇവനെ കമത്തി അങ്ങ് അടിക്കും. സത്യത്തിൽ ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഡോങ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കല്ലറയുടെ മുമ്പിലായിട്ട് വന്നിരുന്നത് നല്ലതുപോലെ സങ്കടം പറയും. അവൾ പറയും, അച്ഛൻ എനിക്ക് രണ്ടാമതൊരു ചാൻസ് തന്നിട്ട് അതിലും എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഞാൻ സങ്കടപ്പെടണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അവൾക്ക് തന്നെ അറിയത്തില്ല അവളുടെ ലൈഫ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ ഇവളുടെ കാറ് എടുത്തിട്ട് ആ സ്ഥലത്ത് നിന്ന് യാത്ര തിരിക്കുന്നയാ. അങ്ങനെ അവള് റോഡിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതും വേറൊരാളിനെ കാണിക്കും, അതായത് ഒരു ട്രക്ക് ഡ്രൈവറിനെ. അയാളുടെ അടുത്താണെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് പറയും, ഇതാണ് കറക്റ്റ് സമയം, ആ ജീവൺ ആണെങ്കിൽ ഇപ്പോൾ സിഗ്നലിൻ്റെ അടുത്ത് എത്താറായി എന്ന്. വേഗം തന്നെ ആ ട്രക്കിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ആ ട്രക്ക് ഓടിച്ച് നമ്മളുടെ ജീവൻ്റെ നേർക്കായിട്ട് വരും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ ഈ ജീവണിൻ്റെ വണ്ടിയിലെ അതിനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ടും കാണിക്കും. അതായത് ആ ട്രക്കാണെങ്കിൽ ഈ പിടിക്കാനായിട്ട് വരുന്നത് നമ്മളുടെ ജിയോണിനെയാണ്. എന്നാൽ അത് തടയാൻ വേണ്ടിയിട്ട് ഈ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ജയ വന്നങ്ങ് നിൽക്കും. അവസാനം ഈ ട്രക്കാണെങ്കിൽ നമ്മുടെ ജയയുടെ കാറുണ്ടല്ലോ അതിനെയാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ ജിയോണാണെങ്കിൽ ലൈവായിട്ട് കാണും. അവൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവിടെ എന്തൊക്കെയായി സംഭവിച്ചതെന്ന്. അവൾ ഒരു നിമിഷം വിചാരിച്ചായിരുന്നു അവൾ ഈ സെക്കൻഡിൽ മരിക്കാൻ പോകുക എന്ന്. എന്നാൽ ആ ഫേറ്റിനെ തടഞ്ഞുകൊണ്ട് നമ്മുടെ ജയാണ് ഇവളുടെ മുമ്പിലായിട്ട് കാറും കൊണ്ട് വന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഈ ഒരു സീനോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.